വിക്രം ആരാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്താലും അയാൾക്ക് എന്നെ ജീവനായിരുന്നു. ആരോരും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു ഭാര്യയായ എന്റെ ചുമതലയാ. അതെ പക്ഷേ വിക്രത്തിനെ വർഷ തന്നെ നോക്കുന്നതാണ് നല്ലത്. നിന്റെ അമ്മയോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നേരിട്ട് കണ്ട് ക്ഷമ പറയണം എനിക്ക്. പ്രകാശേട്ടാ, ചിലപ്പോ എല്ലാം സമയദോഷം കൊണ്ട് സംഭവിച്ചതായിരിക്കും. സമയം മാറിയപ്പോ പ്രകാശേട്ടന്റെ ചിന്തകളും മാറി. കുറുപ്പ് എന്തിനാ കാണണോന്ന് പറഞ്ഞത്? അയാൾക്ക് വേണ്ടത് വന്ദനയും ജഗനെയും തമ്മിൽ അടുപ്പിക്കണം. വന്ദനയെ ഉപേക്ഷിച്ച് ജഗൻ മറ്റൊരു പെണ്ണിനെ കെട്ടി ജീവിക്കണം. അവരെ തമ്മിൽ തെറ്റിക്കാനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കണമെന്ന്. പ്രകാശേട്ടാ, അയാൾ ഇനി എന്തൊക്കെ തരാന്ന് പറഞ്ഞാലും പ്രകാശേട്ടൻ അയാളുടെ വലയിൽ വീഴരുത്. ദയവേത് ഈ വീട്ടിലെ സമാധാനം കളയരുത്. കല്യാണം കഴിഞ്ഞ ശേഷം അടുത്ത കാലത്തായിട്ടാ ഒരു ഭർത്താവിന്റെ കരുതലും പരിഗണനയും എനിക്ക് കിട്ടുന്നത്. ഒരു പെണ്ണിന് വേണ്ടത് ഒരു ഭർത്താവിന്റെ പണവും പ്രൗഢിയും സൗന്ദര്യവും ഒന്നുമല്ല, കളങ്കമില്ലാത്ത സ്നേഹവും പരിഗണനയോ. സുമിത്രേ, തെറ്റുപറ്റിയിരുന്നു. തിരുത്താൻ പറ്റുന്ന സമയത്തൊന്നും ഞാൻ തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. പണമാണ് എല്ലാത്തിലും വലുതെന്ന് വിശ്വസിച്ചു നടന്നു. ഇപ്പോ കാലം എല്ലാം മനസ്സിലാക്കി തന്നു. ഇനി ഞാൻ പഴയതിലേക്ക് തിരിച്ചു പോവില്ല. നിനക്കെന്നെ വിശ്വസിക്കാം. സുചിത്രടുത്തേ, അല്ലെങ്കിൽ ഞാൻ പിന്നെ വരാം. എടുത്തി തുണി മടക്കി വെച്ചു. സർജറി സക്സസ് ആയിരുന്നു. ഇനി വേറൊന്നും പേടിക്കാനില്ല. ഇപ്പോ ഐസിയുലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ വൈകുന്നേരത്തോടു കൂടി പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് മാറ്റാം. ഇനി കുറച്ചു നാളത്തേക്ക് ആൾക്ക് നല്ല കെയർ കൊടുക്കണം. ഒന്ന് വീഴുകയോ ശരീരം എവിടെയെങ്കിലും തട്ടുകയോ ഒന്നും ചെയ്യാതെ ശ്രദ്ധിക്കണം. ഇവിടെ ഹോം നഴ്സ് സർവീസ് ഉണ്ട്. വേണമെങ്കിൽ അത് ഇവിടുന്ന് തന്നെ ഏർപ്പാടാക്കി തരും. അതിലുമൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഭാര്യ തന്നെ ഭർത്താവിനെ നോക്കുന്നതാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താന്ന് വെച്ചാ നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഡോക്ടർ, ബാക്കി ബില്ല് പേ ചെയ്തേക്കൂ. ഒരു കാര്യം ഓർക്കണം, അയാള് സാധാരണ ജീവിതത്തിലേക്ക് എത്രയും വേഗം തിരിച്ചു വരുമെന്നുള്ളത് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹവും പരിചരണവും അനുസരിച്ചിരിക്കും. ശ്യാമേ, വിക്രത്തിനെ ഞാൻ തന്നെ സംരക്ഷിച്ചാലോ എന്ന്. പക്ഷേ വിക്രം ഈ അവസ്ഥയിലാകാൻ കാരണക്കാര് ഒരർത്ഥത്തിൽ നമ്മളും കൂടിയല്ലേ? വിക്രമിനെ സംസാരിക്കാൻ വിളിച്ചു വരുത്തിയത് നമ്മളാ. വിക്രം മുകളിൽ നിന്ന് താഴേക്ക് വീഴാനും കാരണക്കാരും നമ്മളാ. വിക്രം ആരാണെന്ന് പറഞ്ഞാലും എന്തൊക്കെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്താലും അയാൾക്ക് എന്നെ ജീവനായിരുന്നു. ആരോരും ഇല്ലാത്ത ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് ഒരു ഭാര്യയായ എന്റെ ചുമതലയാ. അതെ പക്ഷേ വിക്രത്തിനെ വർഷ തന്നെ നോക്കുന്നതാണ് നല്ലത്. ഞാൻ പോയി ബാക്കി എമൗണ്ട് എത്രയെന്ന് ചോദിച്ചിട്ട് വരാം.
ഇവിടെ ഹോം നേഴ്സ് സർവീസ് ഉണ്ട്. വേണമെങ്കിൽ അത് ഇവിടുന്ന് തന്നെ ഏർപ്പാടാക്കി തരും. അതിലുമൊക്കെ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഭാര്യ തന്നെ ഭർത്താവിനെ നോക്കുന്നതാ. മോളെ മോളെ അച്ഛാ അച്ഛാ അമ്മ വന്നില്ലേ അച്ഛാ? ഇല്ല മോളെ, വന്നില്ല. ആ, മോളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാ ഞാൻ. അച്ഛനിരിക്കെ, ഞാൻ ചായ എടുക്കാം. ആ മോളെ, ആ. വേണ്ട, അച്ഛനിപ്പൊ ചായ കുടിച്ചതേ ഉള്ളൂ. മാത്രമല്ല, ഈ സമയത്ത് മോൾ അധികം ജോലി ചെയ്യാനൊന്നും പാടില്ല. നല്ല ശ്രദ്ധ വേണം. ഇന്നെന്തോ വല്ലാത്ത ക്ഷീണമായിരുന്നു. അതുകൊണ്ടാണ് വിനുവേട്ടിന് ചോറ് കൊടുത്ത് വിട്ടുമില്ല. മോള് ജോലി ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്കുള്ള ആഹാരമൊക്കെ ദേ ചന്ദ്രു തന്നു വിട്ടിട്ടുണ്ട്. നോക്കിയേ, വിനുവിനുള്ള ഒരു പൊതി പ്രത്യേകം കരുതിയിരുന്നു. അത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാച്ചാ അമ്മയായിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? മോൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയോ കറികൾ ഉണ്ടാക്കി തന്നു വിട്ടിട്ടുണ്ട്. മോളെ, ദേ ഇതേ മോൾക്ക് കഴിക്കാനുള്ള ആയുർവേദ മരുന്നുകളാ. ശതാവരിയും അശ്വഗന്ധവും നെല്ലിക്കയും ചുക്കും നെയ്യും ഒക്കെ ചേർത്തുണ്ടാക്കിയ ആയുർവേദ കൂട്ടാ. ദാ മോളെ, ചന്ദ്രു മീനാക്ഷിക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതായത്. അമ്മയുടെ കയ്യിൽ നിന്ന് ചോദിച്ചു പഠിച്ചതാ ചന്ദ്രു ഇതൊക്കെ. മീനാക്ഷിക്കും ആയുർവേദ മരുന്നുകളെ കുറിച്ച് നല്ല അറിവുണ്ടെന്ന് സുചിത്ര പറഞ്ഞ് എനിക്കറിയാം. അതെന്തായാലും നന്നായി. പക്ഷേ സൂക്ഷിക്കണം മോളെ, അരവൈദ്യം ആപത്താണെന്നാ പറയുന്നത്. മോളെ, അല്ല, മോളെന്തിനാ കരയുന്നത്? ആരോരും ഇല്ലാത്ത എനിക്ക് കിട്ടിയ ഭാഗ്യോർത്ത് കണ്ണു നിറഞ്ഞു പോയതാച്ച. എന്താ മോളെ ഇതൊക്കെ? ഈ സമയത്ത് ഇങ്ങനൊന്നും സങ്കടപ്പെടാൻ പാടില്ല. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. സങ്കടപ്പെട്ടതല്ല അച്ഛ. അടുത്ത ജന്മത്തിലെങ്കിലും ചന്ദ്രികാമ്മയുടെയും അച്ഛന്റെയും മകളായിട്ട് ജനിക്കണേന്ന് പ്രാർത്ഥിച്ചതാ. എന്താ മോളെ ഇങ്ങനെയൊക്കെ? നീ ഇപ്പോഴും ഞങ്ങളുടെ മകളല്ലേ? ഞങ്ങളുടെ വിനുമോന്റെ ഭാര്യ ഞങ്ങൾക്ക് മരുമകളല്ല, മകള് തന്നെയാ. എന്തെങ്കിലും ബുദ്ധിമുട്ട് എപ്പോഴെങ്കിലും തോന്നിയാ മോളൊന്ന് ഫോൺ വിളിച്ചാ മതി. ചന്ദ്രുവോ സുചിത്രയോ അല്ലെങ്കിൽ വന്ദനയോ ആരെങ്കിലും ഇങ്ങ് ഓടിയെത്തും. എനിക്കതറിയാം. മീനാക്ഷിയെ അനാഥയായിട്ടുള്ളൂ. മീനാക്ഷിയെ കെട്ടിയ വിനുവേട്ടൻ അനാഥനല്ലെന്ന് നിങ്ങളുടെയൊക്കെ സ്നേഹം എന്നെ പഠിപ്പിച്ചു. മോളെ, ദേ എല്ലാവരും ഉണ്ടായിട്ടും അനാഥരായി കഴിയുന്ന ഒരുപാട് പേരുള്ള നാടാ ഇത്. അങ്ങനെയുള്ളപ്പോ നമ്മളെ കേൾക്കാനെങ്കിലും ഒരാളുള്ളത് ഭാഗ്യവാ. ഈ അനാഥാലയങ്ങളിൽ കിടക്കുന്നവരൊക്കെ ആരോരും ഇല്ലാത്തവരല്ല. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളവരാ. രക്തബന്ധമല്ല മോളെ ബന്ധങ്ങളുടെ ആഴവളക്കുന്നത്. നീ ഭാഗ്യവതിയാ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വിനുമോനെയാ നിനക്ക് കൂട്ടായി കിട്ടിയത്. ഇതിലും വലിയൊരു ഭാഗ്യം ഒരു പെണ്ണിന് വേറെ കിട്ടാനില്ല.